ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലീറ്റാവോ ഹീറോയിൻ കിങ്ങിന്റെ റൂമിലുള്ളതറിഞ്ഞ് അവളുടെ ബാഗ് കൊടുക്കാൻ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ മിനി സ്കേർട്ട് ഇട്ട ഒരു പെൺകുട്ടിയുടെ ഡ്രോയിങ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോം ടൗണിൽ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഡ്രസ്സേ ഇടത്തുള്ളൂ. അയ്യേ, ഈ ഡ്രസ്സൊക്കെ ഇട്ടാൽ പെൺകുട്ടികളുടെ കാല് പുറത്ത് കാണത്തില്ല എന്ന് കിങ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അതിനെന്താ പ്രശ്നം, ഇതിനേക്കാൾ നല്ല മോഡലുള്ള ഡ്രസ്സ് വേറെയും ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും കാണണ്ട ആ ഡ്രസ്സ് എന്ന് നമ്മുടെ കിങ് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കിങ് പറയുന്നു, നിനക്ക് ആ ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇട്ടോ, ഞാൻ എതിർക്കത്തില്ല. ഈ ചീ കിങ്ഡത്തിലെ മുഴുവൻ ആണുങ്ങളോടും ഞാൻ കണ്ണടച്ചു പിടിക്കാൻ പറഞ്ഞോളാം. നിന്റെ ഇഷ്ടങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടോ. നിന്റെ ഹോം ടൗൺ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ഈ ചീ കിങ്ഡത്തെ തന്നെ മാറ്റിത്തരാം. നീ ഒരിക്കലും എന്നെ വിട്ടു പോവാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ലീറ്റാവോ ആ ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് അവൻ അവിടുന്ന് പോയി. അവൻ നേരെ പോയത് അവന്റെ സോൾജിയേഴ്സിന്റെ അടുത്തേക്കാണ്. എല്ലാ കാര്യങ്ങളും എന്തായി എന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ സാധനങ്ങൾ എടുത്ത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും അവനെ നമുക്ക് ഹൈജാക്ക് ചെയ്ത് ആ സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പ്ലാൻ ഇനി നടത്തണ്ട, ആ പ്ലാൻ ക്യാൻസൽ ചെയ്തേക്ക്, ഞാൻ തന്നെ ഡയറക്റ്റ് മിനിസ്റ്റർ സൈഡ് അടുത്ത് പോയിട്ട് ഒന്നുകൂടി കച്ചവടം സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ, ഒരിക്കൽ നമ്മൾ സംസാരിച്ചിട്ട് ഒന്നും നടക്കാതെ തിരിച്ചു പോകുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ലീറ്റാവോ പറയുന്നു, ഞാൻ സാധാരണക്കാരനല്ല, ചീ കിങ്ഡത്തിൽ രാജാവായ ചിയാനാണ് അതുകൊണ്ട് നമ്മുടെ പ്ലാന് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് പുതിയൊരു പ്ലാന് അവരോട് അവൻ പറയുന്നു. രാവിലെ എണീറ്റ് കതക് തുറന്നതും തന്റെ ബാഗ് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ ബാഗും പിടിച്ച് ഹീറോയിൻ തുള്ളിച്ചാടി. അത് കണ്ടപ്പോൾ ലൂ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കിങ്ങിന്റെ വളരെ അടുത്ത ആളാണ്, നിങ്ങൾക്ക് കുറച്ച് അച്ചടക്കവും മര്യാദയും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അവളെ ക്ലാസ് എടുത്തപ്പോൾ കിങ് അവളുടെ അടുത്ത് വന്ന് പറയുന്നു, എന്റെ ലീ മെമ്മെങ്ങിന് എന്താണോ ഇഷ്ടം അവൾ അതുപോലെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊഞ്ചിക്കുന്നു. അപ്പോൾ അവിടെ മിനിസ്റ്റർ സൈഡ് ആള് വന്നിട്ട് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞ് അവരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയതും കിങ്ങും ഹീറോയിനും അന്തം വിടുന്നു. കാരണം അവരെ ആരിച്ചാക്ക് കണ്ടത് സായിഷുന്റെ വീട്ടിലെ കിണറ്റിലാണ്, പക്ഷെ അവർ വേറൊരു സ്ഥലത്താണ് കച്ചവടത്തിനായി കൊണ്ടുവന്നത്. ഇതെന്താ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിച്ചപ്പോൾ മിനിസ്റ്റർ സായി പറയുന്നു, ഇവിടെയാണ് ഞങ്ങൾ എല്ലാ കച്ചവട സാധനങ്ങളും കൊണ്ടുവെക്കുന്നത്, കച്ചവട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയി കുറെ ഉരുളക്കിഴങ്ങ് കാണിച്ചു കൊടുത്തു. ഇതാണോ നിങ്ങൾ ഫുഡ് ഐറ്റം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എന്താ പൊട്ടാറ്റോസ് എന്താ ഫുഡ് ഐറ്റം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കോങ് കയറി അവിടെയുള്ള എല്ലാ ചാക്ക് തെരഞ്ഞപ്പോൾ എല്ലാ ചാക്കിലും പൊട്ടാറ്റോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നമ്മുടെ കിങ് അയാളോട് പറയുന്നു, കച്ചവടമാകുമ്പോൾ കുറച്ച് സത്യസന്ധതയൊക്കെ വേണം, നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ഇതല്ലല്ലോ, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കിങ് ആണെന്നുള്ള കാര്യം അയാളോട് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ കിങ് പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ പൊട്ടക്കിണർ നിറയെ മിലിറ്ററി റിലീഫിലുള്ള ഫുഡ് ഐറ്റംസ് അതായത് റൈസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾ എന്താ ആളെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ സായി പറയുന്നു, കിങ് ഇതെല്ലാം കള്ളമാണ്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ എറിഞ്ഞുണ്ടാക്കിയ കള്ളം മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആ കിണറ്റിൽ ഇറക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. അവിടെ ചെന്ന് നോക്കിയത് മേലെ ഇരിക്കുന്ന ചാക്കുകളിൽ മാത്രമേ അറിയുള്ളൂ, താഴെ മുഴുവൻ വേറെ എന്തോ സാധനങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മുടെ കിങ്ങിന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്നും കിങ് ആണെന്നുള്ള കാര്യം മിനിസ്റ്റർ സായി നേരത്തെ അറിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ലീറ്റാവോ കിങ്ങിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി മിനിസ്റ്റർ സായിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാളോട് പറയുന്നു, നിങ്ങളുടെ കൈകളുള്ള ആ റൈസ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചോദിക്കുന്ന വില. മിനിസ്റ്റർ സായി പറഞ്ഞു, ഒരു വട്ടം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല എന്നുണ്ടോ, ഞാൻ പറഞ്ഞ വിലയ്ക്ക് നീ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് തരത്തുള്ളൂ, മാത്രമല്ല ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന വിലയ്ക്ക് എനിക്ക് തരാൻ ആളുണ്ട് എന്ന് പറഞ്ഞു. ലീറ്റാവോ പറയുന്നു, ആ യാനിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്, ശരിക്കും യാനൊരു കച്ചവടക്കാരനെ അല്ല, അത് നിങ്ങളുടെ രാജ്യത്തിന്റെ രാജാവായ ഷിയാനാണ്. മിലിറ്ററി റിലീഫ് നിങ്ങൾ മോഷ്ടിച്ചു എന്നുള്ള കാര്യം കിങ് അറിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെ തല പോകുന്ന കേസാണ്. ഇനി ഇതിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ, ഞാൻ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ ആ സാധനം എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ അവൻ തന്നെ മേടിച്ചോണ്ട് പോയിരുന്നു. ഇപ്പുറത്ത് റൂമിലെത്തിയ നമ്മുടെ ഹീറോയിൻ കിങ്ങിനോട് പറയുന്നു, മിനിസ്റ്റർ സായിക്കെതിരെയുള്ള മുഴുവൻ തെളിവും അവർ നശിപ്പിച്ചിരിക്കുന്നു, തെളിവുകളില്ലാതെ കിങ് ആണെങ്കിൽ പോലും നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ കോങ്ങിനോട് ചോദിക്കുന്നു, കോങ്ങെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വഴിയെ അറിഞ്ഞോളും എന്ന് പറഞ്ഞു. സീൻ അവിടെ കട്ടായി. അടുത്ത സീനിൽ സാധനങ്ങൾ ചീപ്പായി കിട്ടിയ സന്തോഷത്തിൽ ലീറ്റാവോ കൂട്ടരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കെ മൂത്രമൊഴിക്കാൻ വേണ്ടി കാട്ടിലോട്ട് പോയ ഒരു പട്ടാളക്കാരൻ എന്തോ ഒന്ന് കണ്ട് ഓടി വന്ന് വലിയ ചതിയിൽ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരോടും തീ അണയ്ക്കാൻ പറയുന്നു.
തീയണച്ച് നോക്കിയതും അവരുടെ മേത്തും അതേപോലെ അവർ വന്ന വഴിയും നിറയെ രാത്രിയിൽ മാത്രം പ്രകാശിക്കുന്ന ഒരു സൈസ് ഫ്ലോറോസിൻ പൗഡർ വീണ് കിടക്കുന്നത് അവർക്ക് മനസ്സിലായി. അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വഴി അറിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അവർ തിരിഞ്ഞോടാൻ നിന്നപ്പോഴത്തേക്കിനും കുറെ പട്ടാളക്കാർ വന്നിട്ട് മിലിറ്ററി റിലീഫ് ഫണ്ട് തട്ടിയെടുത്ത കള്ളന്മാരെ പിടികിട്ടി എല്ലാവരെയും അറസ്റ്റ് ചെയ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. പക്ഷേ ആ പൊടി വിതറിയത് വേറെ ആരും ആയിരുന്നില്ല, കിങ്ങും കൂട്ടരുമായിരുന്നു. കോങ്ങിനെ തലേന്നേൽപ്പിച്ച പണിയും അതായിരുന്നു. കോങ് ചാക്കുകൾ നിറയെ ആ പൊടി വിതറിയായിരുന്നു. അത് ഫോളോ ചെയ്ത് കിങ്ങും കൂട്ടരും അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് നേരത്തെ അവിടെ പട്ടാളക്കാർ വന്നതും അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതും മനസ്സിലായത്. കിങ് തന്റെ ഐഡന്റിറ്റി വെളിവാക്കുന്ന ഒരു ടോക്കൺ എടുത്ത് കാണിച്ചിട്ട് ഫൈറ്റ് നിർത്താൻ തന്റെ സോൾജിയേഴ്സിനോട് കൽപ്പിക്കുന്നു. അത് കണ്ടിട്ട് കിങ്ങിനെ വണങ്ങിയ സോൾജിനോട് നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് കിങ് ചോദിച്ചപ്പോൾ യാങ് സിറ്റിയിലെ മിനിസ്റ്റർ ചെയ്യാന് മിലിറ്ററി റിലീഫ് കട്ടുകൊണ്ടുപോയ കള്ളന്മാർ ഈ വഴിയാ പോയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതനുസരിച്ച് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. ആ ഇൻഫർമേഷൻ ശരി തന്നെയാണ്. ഈ കാണുന്നത് മുഴുവൻ മിലിറ്ററി റിലീഫ് ആണ് എന്ന് പറഞ്ഞപ്പോൾ കിങ് അവിടെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ലീറ്റാവും കൂട്ടരും അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അവിടെ നിന്നും തിരിച്ച് കിങ്ങും കൂട്ടരും യാങ് സിറ്റിയിലെ കോടതിയിൽ എത്തി. അവിടേക്ക് മിനിസ്റ്റർ സായിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അയാളുടെ കുറ്റം അപ്പോഴും സമ്മതിച്ചിട്ടില്ല. അച്ഛനെ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന സായിഷുവിനെ മാറ്റി നിർത്തി നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഇതെല്ലാം സത്യസന്ധമാണ്, തെളിവുകൾ അനുസരിച്ചാണ് മിനിസ്റ്റർ സായി ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്, എന്നാലും എന്നെ കൊണ്ടാവുന്ന സഹായം നിനക്ക് ഞാൻ ചെയ്യാം എന്ന് അവൾക്ക് വാക്ക് കൊടുക്കും. മിനിസ്റ്റർ സായിയുടെ പൊട്ടക്കണറ്റിൽ നിന്ന് ലീറ്റാവോ പിടിക്കുന്ന അവിടം വരെയും അവർ വിതറിയ ഫ്ലോറോസിന്റെ പൗഡർ ഉണ്ടെന്നും അതൊരു തെളിവാണെന്നും പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അവൻ കുറ്റം സമ്മതിച്ചു. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ജിൻപാവോ എന്ന ഒരാളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നാളെ അയാൾ എന്നെ സീക്രട്ടായിട്ട് കാണാൻ വരും. അപ്പോൾ അയാളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം എന്ന് മിനിസ്റ്റർ സായി പറയുന്നു. ശരി, ഈ ഒരു വട്ടം കൂടി നിങ്ങളെ ഞാൻ വിശ്വസിക്കാമെന്ന് കിങ്ങും വാക്ക് കൊടുക്കുന്നു. തിരിച്ച് റൂമിലെത്തിയ നമ്മുടെ ഹീറോയിൻ സായിഷുവിന്റെ കാര്യം ഓർത്ത് തനിക്ക് സങ്കടമുണ്ടെന്നും എന്നെക്കൊണ്ടാവുന്ന സഹായം അവൾക്ക് ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തെന്നും കിങ്ങിനോട് പറയുന്നു. നാളെ ജിൻപാവയെ പിടിക്കാൻ പോകുമ്പോൾ സായിഷുവിനെയും കൂടെ കൊണ്ടുപോകാൻ പെർമിഷൻ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ കിങ് പറയുന്നു, അവളും കൂടെ വന്നോട്ടെ, എന്നാൽ നമുക്ക് മിനിസ്റ്റർ സായിയുടെ മേലെ ഒരു കൺട്രോൾ കിട്ടും എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷമാവുകയും നമ്മുടെ കിങ്ങിനെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്തു. ഇപ്പുറത്ത് പ്രിൻസ് ഹീജിങ് കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും തന്റെ ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചിട്ട് ബോർഡറിലോട്ട് പോവാണെന്നും പറഞ്ഞ് പുറപ്പെട്ടു. വാനർ, ഞാൻ വരികയാണ്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ് എന്നവൻ മനസ്സിൽ പറഞ്ഞു. ഹീജിങ്ങിനെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന വാനറിനെ തേടി ആ ദുരന്തം വന്നു. മാക്കുൻ എന്ന കടൽ കൊള്ളക്കാരൻ അവിടെയുള്ള എല്ലാവരെയും കൊന്ന് വാനറിനെയും തട്ടിക്കൊണ്ടുപോയി. വാനറിനെയും കൂട്ടി ബോർഡറിൽ പോയി സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പ്രതീക്ഷിച്ചു വന്ന പ്രിൻസ് ഹീജിങ് കാണുന്ന കാഴ്ച അതായിരുന്നു. ഭാഗ്യത്തിന് ഒരു പട്ടാളക്കാരന് ജീവനുണ്ടായിരുന്നു. അവിടെ നടന്ന എല്ലാ കാര്യവും അയാൾ പറഞ്ഞു. ഇപ്പുറത്ത് കോങ്ങും കൂട്ടരും ജിംപാവെ പിടിക്കാൻ മിനിസ്റ്റർ സായിയുടെ പുറകെ പോയി. അങ്ങനെ ജിംപാവും മിനിസ്റ്റർ സായും കണ്ടുമുട്ടിയപ്പോൾ ജിംപാവെ പിടിക്കാൻ വേണ്ടിയിട്ട് കോങ്ങും കൂട്ടരും അയാളുടെ പുറകെ ഓടിയപ്പോൾ മിനിസ്റ്റർ സായി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ട് ജിംപാവെ പിടിച്ചതും അയാൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടി വേഷം മാറി വന്നേ ഉള്ളൂ. അപ്പോഴാണ് എല്ലാവർക്കും അവർ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. അങ്ങനെ അവൾ മിനിസ്റ്റർ സായിയുടെ പുറകെ പോയപ്പോൾ മിനിസ്റ്റർ സായി വലിയൊരു കൊക്കയുടെ അടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ സായിഷു, അച്ഛാ നിങ്ങൾ ഒന്നും ചെയ്യരുത്, നമുക്ക് എന്തുണ്ടെങ്കിലും ഒരുമിച്ച് നേരിടാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അയാൾ അതിൽ നിന്നും പിന്മാറിയെങ്കിലും കോങ്ങിന്റെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ മനഃപൂർവ്വം തന്നെ അയാളെ അമ്പ് ചെയ്ത് കൊക്കയിലോട്ട് വീഴ്ത്തി. ദേഷ്യപ്പെട്ട് നോക്കിയതും അത് പിന്നെ മിനിസ്റ്റർ സായി ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അമ്പ് ചെയ്തതാണ്, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞു കാണിച്ചു. ഇപ്പുറത്ത് പ്രിൻസ് ഹീജിങ് വാനറിനെ അന്വേഷിച്ച് അടുത്തുള്ള ഓരോ ഗ്രാമവും കയറിയിറങ്ങി നടക്കുകയാണ്. വാനറിനെ കിഡ്നാപ്പ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കൊട്ടാരത്തിലുള്ള മിനിസ്റ്റർ സൂയിക്ക് ലെറ്റർ മാക്കുൻ അയച്ചായിരുന്നു. ആ ലെറ്റർ വായിച്ചതും മിനിസ്റ്റർ സൂയി പറഞ്ഞു, നിന്നെ ഇത്രയും നാളും സംരക്ഷിച്ച എനിക്ക് തന്നെ നീ പണി തരണം കേട്ടോടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് മിനിസ്റ്റർ സായിയുടെ ബോഡി ഗാർഡ് പ്രിൻസ് ഹീജിങ്ങിനെ വാനർ താമസിച്ച ആ ഭാഗത്ത് കണ്ടു എന്ന് പറഞ്ഞത്. അത് കേട്ടതും മിനിസ്റ്റർ സായിക്ക് മനസ്സിലായി പ്രിൻസ് ഹീജിങ്ങും വാനറും ഒളിച്ചോടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം. തന്റെ അഭിമാനം കാക്കാത്ത മോളെ ഇനി തനിക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ കടൽ കൊള്ളക്കാരെ മുഴുവനായിട്ടും ഉന്മൂലനം ചെയ്തേക്കാൻ മിനിസ്റ്റർ സൂയി ഓർഡർ കൊടുത്തു. അങ്ങനെ മാക്കുനെ കൊണ്ടുള്ള ശല്യവും ഒഴിയും സ്വന്തം മോളെ ബലി കൊടുത്ത് രാജ്യം കാത്ത ഹീറോ എന്ന പേരും കിട്ടുമെന്ന് അവൻ കരുതി. ഇപ്പുറത്ത് വാനറിനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മാക്കുനും പട്ടാളക്കാരിൽ നിന്നും അമ്പ് കൊണ്ടായിരുന്നു. ആ അമ്പിൽ വിഷമുണ്ടായിരുന്നു. ആ വിഷം പോകണമെങ്കിൽ വാനർ പറഞ്ഞ ഒരു മരുന്ന് വേണമായിരുന്നു. അതുകൊണ്ട് കൂടെയുള്ള ഒരാളെ വാനർ പറഞ്ഞ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഫാർമസിയിലോട്ട് വിട്ടു. മാക്കുന്റെ ദേഹത്ത് വിഷം കയറിയ കാര്യം പ്രിൻസ് ഹീജിങ്ങിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ഫാർമസിയിലും പ്രിൻസ് ഹീജിങ് അന്വേഷണം നടത്തിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഫാർമസി കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അന്വേഷിക്കാൻ വന്നതും ഇവിടെ ആരും വന്നില്ല എന്ന് അയാൾ പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഒരാൾ വരികയും പ്രിൻസ് ഹീജിങ്ങിനും വാനറിനും മാത്രം അറിയാവുന്ന ആ വിഷത്തിന്റെ ആന്റിഡോട്ടായ ബാംബു ഗ്രാസ് ചോദിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പ്രിൻസ് ഹീജിങ്ങിന് മനസ്സിലായി വാനർ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടറിനെ വിളിച്ച് പ്രിൻസ് ഹീജിങ് പറഞ്ഞു, ബാംബു ഗ്രാസ് ഏതാണെന്ന് എനിക്കറിയാം, നിങ്ങൾ അയാളോട് പറയണം ഇത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്, നിങ്ങൾ കൊണ്ടുവന്ന പൈസ തികയത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ബാക്കി പൈസ കളക്ട് ചെയ്യാൻ എന്റെ അസിസ്റ്റന്റിനെയും കൂടെ വിടാം എന്ന് പറയണം എന്ന് പറഞ്ഞു. ആ ഡോക്ടർ അതേപോലെ ചെയ്യുകയും
പ്രിൻസ് ഹീച്ചിങ് വേഷം മാറി 1 മണിക്കൂറിനുള്ളിൽ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മുഴുവൻ പട്ടാളത്തെയും കൂട്ടി നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവൻ്റെ ബോഡിഗാർഡിനെ ഏൽപ്പിച്ചിട്ട് വന്ന ആളുടെ കൂടെ മാക്കുൻ്റെ താവളത്തിലോട്ട് പോയി. അവിടെ വന്നത് പ്രിൻസ് ഹീച്ചിങ് ആണെന്നുള്ള കാര്യം വാനറിന് മനസ്സിലായെങ്കിലും അവളൊന്നും മിണ്ടിയില്ല. വാനറിന്റെ മുഖഭാവം മാറിയതും മാക്കുന് ചെറിയൊരു സംശയം തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ മരുന്ന് വാങ്ങിച്ച് വാനറിനോട് ഈ മരുന്ന് ശരി തന്നെയാണോ എന്ന് നോക്കാൻ പറഞ്ഞു. ശരിയാണെന്ന് പറഞ്ഞത് പ്രിൻസ് ഹീച്ചിങ് ബാക്കിയുള്ള പൈസ തന്നാൽ എനിക്കങ്ങ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി പൈസയാണോ ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് പ്രിൻസ് ഹീച്ചിങ്ങിനെ വെട്ടാൻ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.